നമസ്കാരം. ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടരിച്ചു കൊന്ന കേസിലെ പ്രതികളെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി സത്യാഗ്രഹം ചെയ്ത RSS നേതാവിനെയാണ് BJP ഇപ്പോൾ ഒഡീഷയിലെ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തൃശൂരിൽ EMS സ്മൃതി ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിലാണ് ഇത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയത്. ഇത് ഇന്ത്യയെ നടുക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു. ഒറീസയിലെ ഒരു പശു കച്ചവടക്കാരനായിരുന്ന ഗംഗാതടങ്ങളിലെ ബജ്രംഗ്ദൂർ പ്രവർത്തകനായ ദാരാ സിംഗ് കുഷ്ഠരോഗബാധിതർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നിവരെ ജീവനോടെ അയാൾ ചുട്ടരിച്ചു. 1999 ജനുവരി 21-നും 22-നും ഇടയിൽ രാത്രി മനോഹർപൂർ ബാരിപ്പാടയിലെ ഒരു വനപ്രദേശത്ത് അവരുടെ ജീപ്പിൽ ഉറങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത്. അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ KR നാരായണൻ ഈ സംഭവത്തെ രാഷ്ട്രത്തിന് കറുത്ത പുള്ളിയാണെന്നാണ് പറഞ്ഞിരുന്നത്. BJP നേതാവായ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും സമാനമായ വികാരങ്ങൾ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ പേരായ ഒഡീഷയിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. കൊലപാതകത്തിന്റെ വിചാരണ ആരംഭിച്ചപ്പോഴാണ് അവരുടെ മരണത്തിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ രീതിയെക്കുറിച്ച് ആളുകൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും. വാഹനത്തിൽ നിന്ന് തീ പടർന്നപ്പോഴാണ് മൂവരും ഉണർന്നത്. ദാരാ സിംഗും കൂട്ടരും അവരുടെ നീളമുള്ള തടിച്ച ലാത്തികൾ ഉപയോഗിച്ച് അവർ മരിക്കുന്നതുവരെ തീയിലേക്ക് തിരികെ തള്ളി വിടുകയായിരുന്നു. സംഘപരിവാർ എന്ന മതദേശീയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടത്തുന്ന അക്രമങ്ങളെ പാശ്ചാത്യ ലോകം മുഖാമുഖം കണ്ട നാളുകളായിരുന്നു സ്റ്റെയിൻസിന്റെ ട്രിപ്പിൾ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ളവ. 2007-ലും 2008-ലും ക്രിസ്ത്യാനികളെ സംഘികൾ വീണ്ടും ലക്ഷ്യം വെച്ചിരുന്നു. അതേ സംസ്ഥാനത്ത് കാണ്ഡമാൽ ജില്ലയിൽ 100-ലധികം മരണങ്ങൾക്കും 6000-ലധികം വീടുകളും 300 പള്ളികളും കത്തിക്കുകയും 60,000 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ട അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. കൊലയാളിയുടെ കൊലപാതക പ്രത്യയശാസ്ത്രം കോടതികൾ പോലും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് ക്രിസ്ത്യൻ സമൂഹം ഓർക്കുന്നത്. ഒടുവിൽ ദാരാ സിംഗിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച സുപ്രീം കോടതി കൊലപാതകം മിഷനറിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കോടതിയുടെ ക്രൂരമായ പരാമർശത്തിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. വിധിയിലെ വേദനാജനകമായ ആ വാക്കുകൾ പിൻവലിക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചത് അവരുടെ പ്രതിഷേധങ്ങളായിരുന്നു. ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതിയെ മോചിപ്പിക്കാനുള്ള സത്യാഗ്രഹം ചെയ്ത ഒരാളാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം ലജ്ജാവഹമാണ്. BJPയിലുള്ള പല നേതാക്കന്മാരുടെ ഭൂതകാലം പരിശോധിച്ചു നോക്കിയാലും അതിൽ ഭീകരമായ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരായിരിക്കും ഏറെയും. മതന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ 3ാം മോദി സർക്കാരിൽ ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. രഹസ്യമായും പരസ്യമായും ഭരണഘടനയെയും പൗരന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചും മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചുമൊക്കെയാണ് വർഗീയ ശക്തികൾ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തിലെ ഒരാളെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ലെന്നുള്ളതും ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. രാജ്യത്തെ ഫെഡറൽ ഘടനയെ നശിപ്പിച്ച് ഏകീകൃത ഘടന നടപ്പിലാക്കാനാണ് RSS നിയന്ത്രിക്കുന്ന ഫാസിസ്റ്റ് സർക്കാർ പണിയെടുക്കുന്നത്. RSSന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ നീക്കങ്ങളും. ഇത് രാജ്യത്തിലെ മതേതരത്വം പിന്തുടരുന്ന ജനങ്ങൾക്കും സാധാരണ ന്യൂനപക്ഷങ്ങൾക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. ആ വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണ സംവിധാനത്തെയാണ് നരേന്ദ്രമോദി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതും. മോദിയുടെ നേതൃത്വത്തിലുള്ള കുത്തക വർഗീയ സൗഹൃദങ്ങൾക്ക് പരമാവധി ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. പണക്കാരുടെ മുന്നിൽ നിർബന്ധമായി കുമ്പിട്ട് നിൽക്കണമെന്നാണ് പ്രധാനമന്ത്രി പരസ്യമായി പലയിടത്തും പറഞ്ഞിട്ടുള്ളതും. തൊഴിലാളികളും കർഷകരുമൊക്കെ അദ്ദേഹത്തിന് എന്നും പുച്ഛമാണ്. ജനാധിപത്യം വോട്ട് ചെയ്യാൻ മാത്രമുള്ളതല്ല. ജനാധിപത്യം ബൂർഷാസിയുടെ സൗജന്യമോ കാരുണ്യമോ ഔദാര്യമോ പോലുമല്ല. സാധാരണക്കാർ പോരാട്ടങ്ങളിലൂടെ കരസ്ഥമാക്കിയതാണത്.